ഹലോ ഫ്രണ്ട്സ്, വാക്കി ടോക്കിയുടെ ഇന്നത്തെ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കലോത്സവത്തിൻ്റെ സമാപന ദിവസമാണ്. അപ്പം NSSൻ്റെ സാന്ത്വനം തട്ടുകടി ഉണ്ട് ഇവിടെ. നമുക്ക് അങ്ങോട്ട് പോവാം. അവിടെ നിന്ന് നമ്മളെ ഇന്നത്തെ ദിവസം തുടങ്ങാം. NSSൻ്റെ പ്രോഗ്രാം ഓഫീസർ രസ്ന ടീച്ചറിൻ്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ ഇത് നടത്തുന്നത്. കലോത്സവമായിട്ട് ബന്ധപ്പെട്ട് ഒരു ജീവകാരുണ്യ പ്രവർത്തനം കൂടി നടത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് തുടങ്ങിയതെന്നാണ് ടീച്ചർ പറയുന്നത്. പാനിപ്പൂരി മുതൽ കുറേ തരം എന്തെല്ലോ തരം സ്നാക്സ് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കിയിരുന്നു. ഇന്ന് ഇപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് എല്ലാ ഐറ്റംസും ഒരു പകുതി മുക്കാലോളം ഐറ്റംസ് ഇവിടെ തീർന്നു. നല്ല തിരക്കാണെന്നാണ് ടീച്ചർ പറയുന്നത്. കുട്ടികളും എല്ലാവരും ഭയങ്കര ചുറുചുറുക്കിലാണ് അതിൻ്റെ വിൽക്കാനും വാങ്ങാനും ഉണ്ടാക്കാനും എല്ലാം ആയിട്ട്. പുറത്തുള്ള വിലേനെക്കാണിയും കുറച്ച് പൈസ കുറച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വേണ്ടി കഴിക്കുന്നുണ്ട്. ജ്യൂസായാലും ഫുഡായാലും എല്ലാ ഐറ്റംസും ഇവിടെ ഇവർ കൊടുക്കുന്നുണ്ട്. എന്തെല്ലാം ഐറ്റം ഇടിയില്ലേ? സമോസയുണ്ട്, ഉള്ളിവടയുണ്ട്, പരിപ്പുവടയുണ്ട്. നല്ല തിരക്കായിരിക്കും അല്ലേ? അപ്പൊ ഇനി നിങ്ങള് മൂടി ഉണ്ടാക്കുക എങ്ങനെയാണ് ഈ അതോടൊപ്പം തന്നെ ഇവർ ലഹരിവിരുദ്ധ സന്ദേശവും കൈമാറുന്നുണ്ട്. ഭക്ഷണം മാത്രം മതി, ലഹരി വേണ്ട എന്നൊരാശയം കൂടി NSS ടീം മുന്നോട്ട് വയ്ക്കുന്നു. അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവരെ സഹായിക്കണമെന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം തുടങ്ങിയത്. ഇതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കുട്ടികളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനങ്ങളാണ്. എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വരുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് 10 രൂപക്കാണ്. പുറത്ത് 12, 15 ഒക്കെ ഇല്ലേ, നമ്മൾ 10 രൂപക്കാണ് കൊടുക്കുന്നത്. പക്ഷെ എങ്കിലും നമുക്ക് ലാഭമാണ്. അപ്പോൾ അത്തരത്തിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ വിചാരിക്കും. കുറച്ചും കൂടി അതെ, ഇന്ന് ആദ്യം തുടങ്ങുന്ന ദിവസങ്ങളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുട്ടികളല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഇന്ന് കുറച്ച് കുറഞ്ഞു. അപ്പോൾ രാവിലെ തന്നെ കുറേ ചിലവായി. പിന്നെ ഇപ്പോൾ ബ്രെഡ് വാങ്ങിച്ചിട്ട് അവർ സാൻഡ്വിച്ച് ആക്കാന്നാ പറഞ്ഞിട്ടില്ല. അന്ന് അങ്ങനെയാണെങ്കിൽ ചായയൊക്കെ ആക്കുന്നുണ്ട്. ചായയൊക്കെ ആക്കുന്നുണ്ട്. റെഡിമെയ്ഡ് ആയിട്ട് ജ്യൂസ് ഐറ്റംസ് ഒക്കെ അന്നേരം തന്നെ ആക്കി കൊടുക്കുന്നുണ്ട്. അതല്ലേ കുട്ടികളെ തന്നെ ആക്കും, അതൊന്നും പ്രശ്നമില്ല. എല്ലാവരും കൂടെ അത് സ്വീകരിക്കുക. 6 പേര് കൂടിയാണ് സ്വീകരിക്കുന്നത്. CHM LPS തലപ്പുറമ, പൂനംകോട് LPS, കുട്ടികൾ LPS, കാഞ്ഞിരങ്ങാട് LPS, കുപ്പം LPS, കരിപ്പാൽ LPS. തലപ്പുറം സബ് ജില്ലയുടെയും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് 55 പോയിന്റുകൾ നേടി തിരുച്ചമ്പലം UPS. 74 പോയിന്റുകൾ നേടി രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു. തളിപ്പറമ്പ 74 വിഭാഗം ജനറൽ കലോത്സവത്തിൽ രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നു.
സ്കൂൾ HSS വിഭാഗം റണ്ണർ ട്രോഫി വിജയിച്ചിരിക്കുന്നത് ടാഗോർ വിദ്യാർത്ഥികൾ ഒന്നാം സ്ഥാനം ട്രോഫി രാമോദരൻ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. ടാഗോർ വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിജയികൾക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ നേരുന്നു. ടാഗോർ വിദ്യാർത്ഥികൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഒന്നാം സ്ഥാനം ട്രോഫി ശ്രീ മൈലർ കുഞ്ഞിരാമ മാസ്റ്റർ സ്മാരകം എവർ റോളിംഗ് ട്രോഫി ഇന്ത്യയുടെ ടീച്ചർ. ഇതിന്റെ റണ്ണറപ്പാണ് ആദ്യം അനൗൺസ് ചെയ്യുന്നത്. ഹൈസ്കൂൾ വിഭാഗം റണ്ണറപ്പ് സ്പോൺസർ ചെയ്ത എവർ റോളിംഗ് ട്രോഫിക്ക് അർഹരായിരിക്കുന്നത് ഹൈസ്കൂൾ വിഭാഗം ഹൈസ്കൂൾ തളിപ്പറമ്പ 208 പോയിന്റുകളോടുകൂടി നമ്മുടെ ശ്രീ ട്രോഫി കരസ്ഥമാക്കിയിരിക്കുന്നു. വിജയികൾക്ക് അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. വിജയങ്ങളിലും ആവർത്തിക്കട്ടെ, തുടരട്ടെ, ഇതൊരു ചരിത്രമാവട്ടെ. മൂത്തേടത്ത് ഹൈസ്കൂളിന്റെ മണ്ണിൽ മൂത്തേടത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഉത്സവവുമായി സഹകരിച്ച എല്ലാവർക്കും മൂത്തേടത്ത് ഹൈസ്കൂളിനെയും തളിപ്പറമ്പ നോർത്ത്